ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി എക്സാമിൻ്റെ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നുള്ള റിവിഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരുപാട് ചോദ്യമൊന്നും ചോദിക്കില്ലെങ്കിൽ കൂടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകാൻ കഴിയുകയാണ് പറഞ്ഞാൽ നമ്മുടെ മാർക്കിൽ വല്ലാത്ത വ്യത്യാസം വരാൻ സാധ്യതയാവും. കാരണം അതിന് എല്ലാവരും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് നൽകുന്ന ഒന്നല്ല ഈ കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക്ക്. കൂടുതലായിട്ട് ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ അതുപോലെ മാത്സിന്, മലയാളം, ഇംഗ്ലീഷ് എന്നിവയ്ക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻറ്റ് നൽകുക. കുറച്ച് മാർക്കാണെങ്കിൽ കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഈ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഇതിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? അർത്ഥപൂർണമായതും പ്രോസസ്സ് ചെയ്യപ്പെടുന്നതുമായ ഡേറ്റയുടെ രൂപം അറിയപ്പെടുന്ന പേരാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അർത്ഥപൂർണമായതും പ്രോസസ്സ് ചെയ്യുന്നതുമായ ഡേറ്റയുടെ രൂപം അറിയപ്പെടുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, അതായത് ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഡാറ്റയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഡാറ്റ പ്രോസസ്സിംഗ് തന്നെ 6 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, ഡാറ്റ ശേഖരണം, ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്നു, ഡാറ്റ സംഭരിക്കുന്നു, ഡാറ്റ പ്രോസസ്സിംഗ് ചെയ്യുന്നു, വിവരം ഔട്ട്പുട്ട് ചെയ്യുന്നു, വിവരം വിതരണം ചെയ്യുന്നു. ഡാറ്റ പ്രോസസ്സിൻ്റെ 6 ഘട്ടങ്ങളാണ്: ശേഖരണം, ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നതെല്ലാം എന്തിൻ്റെ പ്രധാന 6 ഘട്ടങ്ങളാണ്? ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാന 6 ഘട്ടങ്ങളാണ്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഘടന നിർദ്ദേശിച്ച കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടന നിർദ്ദേശിച്ച കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രധാന പ്രവർത്തന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU, പിന്നീട് സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്നിവയാണ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രധാന പ്രവർത്തന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് കമ്പ്യൂട്ടർ സംവിധാനം എന്ന് പറഞ്ഞാൽ? എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും അടങ്ങുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കമ്പ്യൂട്ടർ എന്ന് പറയാൻ. അതിൽ ആ സംവിധാനത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ഹാർഡ്വെയറും ഉണ്ടാവും, സോഫ്റ്റ്വെയറും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ? തൊട്ടറിയാൻ കഴിയുന്നതും കാണാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ CPU, മദർ ബോർഡ്, പിന്നെ പെരിഫറലുകളും പോർട്ടുകളും, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്നിവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഹാർഡ്വെയർ ഘടകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ പറഞ്ഞു ഹാർഡ്വെയറിലെ ഒരു പ്രധാന ഘടകമാണ് CPU എന്ന് പറഞ്ഞു അല്ലെ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കം എന്നാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അറിയപ്പെടുന്നത്. ഈ CPUവിൻ്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന 3 ഭാഗങ്ങളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ALU, അതായത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, രണ്ടാമത് കൺട്രോൾ യൂണിറ്റ്, മൂന്നാമത് രജിസ്റ്റർ. ഈ 3 CPUയുടെ പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്ന 3 പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ALU, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്ററുകൾ എന്നിവയാണവ. ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്, അതായത് IC പാക്കേജ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് പാക്കേജ് ആണ്. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് ട്രാൻസിസ്റ്ററുകളും അനുബന്ധ ഘടകങ്ങളും കൂടി ചേർന്ന ഒരു സിലിക്കൺ ചിപ്പാണ്. നമ്മൾ ഇതിൽ തന്നെ ALU എന്ന ഘടകം പറഞ്ഞു അല്ലേ. ഗണിതക്രിയകളും താരതമ്യം ചെയ്യാൻ തീരുമാനമെടുക്കൽ എന്നീ യുക്തിസഹമായ പ്രവർത്തനങ്ങളും നടത്തുന്നത് ഏതാണ്? ALU എന്ന ഘടകമാണ്. CPUവിലെ ALU എന്ന ഘടകമാണ് ഗണിതക്രിയകളും അതുപോലെ താരതമ്യം ചെയ്യൽ, തീരുമാനമെടുക്കൽ എന്നീ യുക്തിസഹമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിന്റെ മറ്റെല്ലാ ഘടകങ്ങളെയും പരസ്പരം കൂട്ടിയിണക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കേന്ദ്ര നാഡീവ്യവസ്ഥയാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 3ാമത്തെ ഭാഗമായ രജിസ്റ്ററോ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് താൽക്കാലിക സംഭരണ ഘടകമാണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. സംഭരണ ഘടകമാണ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്.
രജിസ്റ്ററുകളുടെ മെമ്മറിയുടെ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത് ഒരിക്കലും മെമ്മറിയുടെ ഭാഗമല്ല. എന്നാൽ കമ്പ്യൂട്ടറിനെ വേഗം പ്രദാനം ചെയ്യുന്ന പ്രത്യേക സംഭരണ സ്ഥലങ്ങളാണ് ഈ രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. മെമ്മറിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കൂടി കമ്പ്യൂട്ടറിന് വേഗം പ്രദാനം ചെയ്യുന്ന പ്രത്യേക സംഭരണ സ്ഥലങ്ങളാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? രജിസ്റ്ററുകൾ എന്നറിയപ്പെടുന്നത്. ഇനി CPU പ്രധാന രജിസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ CPU 3 ഭാഗങ്ങളിലെ രജിസ്റ്ററുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ CPU പ്രധാന രജിസ്റ്ററുകളാണ് അക്യുമുലേറ്റർ, അതുപോലെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR, മെമ്മറി ബഫർ രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്നിവയെല്ലാം CPU പ്രധാനപ്പെട്ട രജിസ്റ്ററുകളാണ്. ഇനി അതിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിയന്റെ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഈ അക്യുമുലേറ്റർ തന്നെയാണ് എങ്ങനെ അറിയപ്പെടുന്നതും? രജിസ്റ്റർ A എന്നറിയപ്പെടുന്നതും അക്യുമുലേറ്റർ തന്നെയാണ്. ഈ അക്യുമുലേറ്റർ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ്, അതായത് ALU പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത്. ഇനി മെമ്മറി അഡ്രസ് രജിസ്റ്ററോ, ഡേറ്റ സംഭരിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് വീണ്ടെടുക്കപ്പെടേണ്ടത് ആ മെമ്മറി ലൊക്കേഷന്റെ വിലാസം സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രോസസ്സർ എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കേണ്ടതോ ആയ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയാം. ഈ ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നതോ പ്രോസസ്സിങ്ങിന് ശേഷം കൊടുക്കുന്നതോ ആയ ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറയാം. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നമ്മൾ പറഞ്ഞു ഇതൊക്കെ രജിസ്റ്ററിന്റെ ഘടകമാണ്. ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഏതിന്റെ ഘടകമാണ്? ഭാഗമാണ്. CPU ഭാഗമാണ്. ഏത് നിർദ്ദേശമാണോ പ്രോസസ്സർ നിർവഹിക്കേണ്ടത് ആ നിർദ്ദേശം സൂക്ഷിച്ചു വെക്കുന്ന രജിസ്റ്ററാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ, ലാസ്റ്റത്തെ രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. പ്രോസസ്സർ അടുത്തടുത്തായി നിർവഹിക്കേണ്ട നിർദ്ദേശത്തിന്റെ മെമ്മറി വിലാസം സൂക്ഷിക്കുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് മദർ ബോർഡ്. പ്രോസസ്സറും അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള വലിയ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് തുടങ്ങിയുള്ള സർക്യൂട്ട് ബോർഡുകൾ ആവശ്യാനുസരണം വേണ്ടി വന്ന ഉൾപ്പെടുത്താനുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകളും മദർ ബോർഡിലുണ്ട്. മദർ ബോർഡ് നിർബന്ധമായും പ്രോസസ്സിങ്ങിന് അനുയോജ്യമായിരിക്കണം. എങ്ങനെയാണ് മദർ ബോർഡ് എന്ന് പറയുന്നത് എന്നാണ്? പ്രോസസ്സറും അതിനോടനുബന്ധിച്ചുള്ള പ്രധാന ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള വലിയ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് ഇത് എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സാധാരണമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് മദർ ബോർഡിലെ വലിയ സോക്കറ്റുമായിട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ബന്ധിപ്പിച്ചിട്ട് ഉള്ളത്. ഇനി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണമാണ് പെരിഫറലുകൾ എന്ന് പറയുന്നത്. ഈ പെരിഫറലുകൾക്ക് ഉദാഹരണമാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, ബാഹ്യ സംഭരണ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവയെല്ലാം പെരിഫറലിന് ഉദാഹരണമാണ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമ്മൾ എന്താണെന്ന് പറയുന്നത്? പെരിഫറലുകൾ എന്ന് പറയുന്നതാണ്. ഈ ബാഹ്യ ഉപകരണങ്ങളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നത് പോർട്ടുകളിലൂടെയാണ്. ഇതിലൂടെയാണ്? പോർട്ടുകളിലൂടെയാണ്. പഴയകാല കമ്പ്യൂട്ടറുകളിൽ മോഡം, മൗസ് അല്ലെങ്കിൽ കീബോർഡ് പോലുള്ള ഉപകരണങ്ങൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പോർട്ടാണ് സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ മോഡം, മൗസ് അല്ലെങ്കിൽ കീബോർഡ് പോലുള്ള ഉപകരണങ്ങൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്. ഒരു സീരിയൽ പോർട്ട് അല്ലെങ്കിൽ ഒരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഒരു സമയത്ത് ഒരു ബിറ്റ് ഡാറ്റ വീതം അയക്കുന്നുണ്ട്. ഒരു ബിറ്റ് ഡാറ്റ വീതം അയക്കുന്നുണ്ട്. സീരിയൽ കേബിളുകൾ നിർമ്മിക്കുന്നതിന് ചെലവ് വളരെ കുറവാണ്. അതോടൊപ്പം ഇന്റർഫെറൻസിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. എന്നാൽ വേഗം വളരെ കുറവുമാണ്. സീരിയൽ കേബിളുകൾ നിർമ്മിക്കുന്നതിന് ചെലവ് കുറവാണ്, എന്നാൽ അതോടൊപ്പം ഇന്റർഫെറൻസിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ വേഗം
വളരെ കുറവുമാണ്. സീരിയൽ പോർട്ടിനേക്കാൾ വേഗതയുള്ളത് ഏതിനാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് പാരലൽ പോർട്ടിനാണ്. സീരിയൽ കേബിളുകൾക്ക് ചെലവൊക്കെ കുറവാണെങ്കിൽ കൂടി വേഗത അതിന് കുറവാണുള്ളത്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ വേഗതയുള്ളത് ഏതിനാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പാരലൽ പോർട്ടിനാണ്. ഏതിനാണ്? പാരലൽ പോർട്ടിനാണ്. പാരലൽ പോർട്ടുകൾക്ക് ഒരേ സമയം നിരവധി ബിറ്റ് ഡാറ്റ ഒരേ സമയം അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. ഒരേ സമയം നിരവധി ബിറ്റ് ഡാറ്റ ഒരേ സമയം അയക്കുകയും ചെയ്യും, അത് സ്വീകരിക്കുകയും ചെയ്യും. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പ്രിന്റർ അല്ലെങ്കിൽ സ്കാനറുമായി ബന്ധിപ്പിക്കുകയാണ് പാരലൽ പോർട്ടിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗത്തിൽ ഡാറ്റ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരീസ് ബസ് എന്ന് പറയുന്നത്. USB എന്ന് പറയുന്നത് എന്താണ്? ഉപകരണങ്ങൾ തമ്മിൽ ഉയർന്ന വേഗത്തിൽ ഡാറ്റ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് USB എന്ന് പറയുന്നത്. ഹ്രസ്വ ദൂരത്തിലേക്കുള്ള ഡാറ്റ വിനിമയത്തിന് ഉപയോഗിക്കുന്ന പോർട്ടാണ് USB എന്ന് പറയുന്നത്. ഈ USB ഏതെല്ലാം ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ, ഫ്ലാഷ് ഡ്രൈവ്, ബാഹ്യ ഹാർഡ് ഡിസ്ക് എന്നിവയ്ക്കെല്ലാം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? USB ഉപയോഗിക്കുന്നുണ്ട്. ഈ USBയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബാഹ്യ ഉപകരണങ്ങളിലേക്ക് വൈദ്യുതോർജ്ജം നൽകുന്നതിന് USB പോർട്ടുകൾക്ക് കഴിയും. ഈ സാങ്കേതിക വിദ്യ ബാഹ്യ ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, ഡോങ്കിൾ തുടങ്ങിയ വികസിപ്പിച്ചെടുക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഉപകരണങ്ങളിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? USB യൂസ് ചെയ്യുന്നുണ്ട്. ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പോലും USB ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുകയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്യാം. അതായത് അതുമായി കണക്ട് ചെയ്യുകയും അല്ലാതെ ഡിസ്കണക്ട് ചെയ്യാനും നമുക്ക് എന്ത് പറ്റും? ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കൂടി USB കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്താണ് LAN എന്ന് പറയുന്നത്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ടിനെയാണ് LAN എന്ന് പറയുന്നത്. ഒരു വയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? LAN യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വയർ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? LAN, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട് ഉപയോഗിക്കുന്നത്. LAN പോർട്ടുകളിൽ കേബിളുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു അംഗീകൃത കണക്ടറിനെയാണ് നമ്മൾ രജിസ്റ്റർ ജാക്ക് RJ45 എന്ന് പറയുന്നത്. LAN പോർട്ട് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഇന്റർനെറ്റ് പോർട്ട്, നെറ്റ്വർക്ക് കണക്ഷന്, നെറ്റ്വർക്ക് പോർട്ട് എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? LAN തന്നെയാണ് അറിയപ്പെടുന്നത്. കീബോർഡ്, മൗസ് എന്നിവ ബന്ധിപ്പിക്കുന്നതിന് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് കണ്ടുപിടിച്ച പ്രത്യേക തരം പോർട്ടുകളാണ് പേഴ്സണൽ സിസ്റ്റം പാർട്ട് 2 പോർട്ടുകൾ എന്ന് പറയുന്നത്. PS2 പോർട്ടുകൾക്ക് വേഗം വളരെ കുറവാണ്. ഇപ്പോൾ ഇവയ്ക്ക് പകരം USB പോലുള്ള വേഗമേറിയ പോർട്ടുകൾ ഉപയോഗിച്ച് വരുന്നു. ഓഡിയോ പോർട്ട്, സ്പീക്കർ, മൈക്രോഫോൺ മുതലായ ഓഡിയോ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത് IBM വികസിപ്പിച്ചെടുത്ത ഒരു ജനപ്രിയ അംഗീകൃത പ്രദർശന പോർട്ടാണ് വീഡിയോ ഗ്രാഫിക് അറേ പോർട്ട് എന്ന് പറയുന്നത്. VGA പോർട്ട് എന്ന് പറയുന്നത്. ഈ VGA പോർട്ട് കമ്പ്യൂട്ടർ ഒരു മോണിറ്ററുമായോ പ്രൊജക്ടറുമായോ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ VGA കണക്ടറുകളിൽ 3 വരികളിലായി 15 പിന്നുകളാണ് ഉള്ളത്. എത്ര പിന്നുകളാണ്? 15 പിന്നുകളാണ് ഉള്ളത്. ഒരു കേബിൾ മുഖേന ഉയർന്ന ഡെഫിനിഷൻ വീഡിയോയും ഒന്നിലധികം ചാനൽ ഓഡിയോകളും പകർത്താൻ കഴിവുള്ള ഒരു ഡിജിറ്റൽ കണക്ഷനാണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്ന് പറയുന്നത്, HDMI പോർട്ട് എന്ന് പറയുന്നത്. അടുത്തത് മെമ്മറി. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫയലുകളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മറി എന്ന് പറയുന്നത്. ഈ മെമ്മറിയെ തന്നെ പ്രാഥമിക മെമ്മറി എന്നും ദ്വിതീയ മെമ്മറി എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത് മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുകളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന മെമ്മറികളെയാണ് നമ്മൾ എന്ന് പറയുന്നത്? പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. ഇനി ദ്വിതീയ മെമ്മറിയോ സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായ പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറിയെയാണ് ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത്. പ്രാഥമിക മെമ്മറി എന്നത് സെമി കണ്ടക്ടർ മെമ്മറിയാണ്. എങ്ങനെയാണ്? സെമി കണ്ടക്ടർ മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അത് മദർ ബോർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്, പ്രോസസ്സറുമായി നേരിട്ട് ബന്ധമുണ്ട്. എന്നാൽ ദ്വിതീയ മെമ്മറിക്ക് എങ്ങനെയാണ്? പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രമാണ് വിവരം കൈമാറാൻ കഴിയുകയുള്ളൂ.
അതിൽ CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്ന മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. ഡാറ്റ വളരെ വേഗത്തിൽ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും കഴിവുള്ള മെമ്മറിയാണ് പ്രാഥമിക മെമ്മറി എന്ന് പറയുന്നത്. ഈ പ്രാഥമിക മെമ്മറി എത്ര തരത്തിലുണ്ട്? 3 തരത്തിലാണ് നമ്മൾ പ്രാഥമിക മെമ്മറി ഉള്ളത്. ഒന്നാമത്തത് റാം, റാൻഡം ആക്സസ് മെമ്മറി, പിന്നെ റോം, റീഡ് ഓൺലി മെമ്മറി, ലാസ്റ്റത്തെയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതിൽ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കുന്നത് ഈ പ്രാഥമിക മെമ്മറിയിലൂടെയാണ്. ഡാറ്റ സംഭരിക്കാനും തിരിച്ചെടുക്കാനും സാധിക്കുന്നതിലൂടെയാണ് റാൻഡം ആക്സസ് മെമ്മറിയിലൂടെയാണ്, റാമിലൂടെയാണ്. വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അതിൽ റാം എന്ന് പറയുന്നത് ഒരു അസ്ഥിര മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് എന്താണ്? ഒരു അസ്ഥിര മെമ്മറിയാണ്. വൈദ്യുത ബന്ധം നിലയ്ക്കുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? റാമിനുള്ളിൽ അടങ്ങിയിട്ടുള്ള ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. റാമിന്റെ സംഭരണശേഷി സാധാരണ ഏത് യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ ജിഗാബൈറ്റിലാണ് അത് രേഖപ്പെടുത്തുന്നത്. റാമിന്റെ വേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം വേഗത്തിൽ മെമ്മറി സംഭരിക്കുന്നു തിരിച്ചെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റാമിന്റെ വേഗം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞാൽ മെഗാ ഹെഡ്സിലാണ് അളക്കുന്നത്. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? സംഭരണ ശേഷി അളക്കുന്നത് ജിഗാബൈറ്റിലാണെന്ന് പറഞ്ഞു. റാമിന്റെ വേഗം ഏത് യൂണിറ്റിലാണ് അളക്കുന്നത് എന്ന് ചോദിച്ചാൽ മെഗാ ഹെഡ്സിലാണ് അളക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ റാമിൽ ഉൾപ്പെടുന്നവയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ എന്നിവയെല്ലാമാണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ റാമിൽ ഉൾപ്പെടുന്നത്. അടുത്തത് റോം, റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത് ഡാറ്റ വീണ്ടെടുക്കാൻ മാത്രം കഴിയുന്ന പ്രാഥമിക മേഖലയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്ന. ഡാറ്റ വീണ്ടെടുക്കാൻ മാത്രം കഴിയുന്ന പ്രാഥമിക മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഈ റോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥിര മെമ്മറി, പെർമനന്റ് മെമ്മറി എന്ന് പറയുന്നത്. വൈദ്യുത ബന്ധം നിലച്ചാലും റോമിലെ ഉള്ളടക്കം മാഞ്ഞുപോകാതെ നിലനിൽക്കും. നമ്മൾ റാമിലെ വൈദ്യുത ബന്ധം നിലച്ച് പറഞ്ഞാൽ അതൊക്കെ മാഞ്ഞുപോകും എന്ന് പറഞ്ഞില്ലേ? അപ്പൊ റോമിൽ എന്താണ്? അത് മാഞ്ഞുപോകില്ല. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക ബൂട്ട് അപ്പ് പ്രോഗ്രാമാണ് റോമിൽ അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ റോമിലെ പരിഷ്കരിച്ച രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതുപോലെ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നിവയൊക്കെയാണ് റോമിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറേസബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കുക? അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാലോ വൈദ്യുതി ഉപയോഗിച്ച് മായ്ച്ച് വീണ്ടും എഴുതാൻ കഴിയുന്ന മെമ്മറിയാണ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുന്നത്. ഇല്ലേ ലാസ്റ്റത്തെ ക്യാഷ് മെമ്മറി. നമ്മൾ മെമ്മറിയിൽ പ്രാഥമികം പറഞ്ഞു, ദ്വിതീയം പറഞ്ഞു. അതിൽ പ്രാഥമിക മെമ്മറി ആണ് നമ്മൾ റാം, റോം, ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അതിൽ റാമിനെ പറഞ്ഞു, റോമിനെ പറഞ്ഞു. ഇനി അടുത്താണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെയും ഇടയ്ക്ക് ഉള്ള ചെറുതും വേഗത ഏറിയതുമായ മെമ്മറിയാണ് നമ്മൾ എങ്ങനെ പറയുന്നത്? ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും ഇടക്കാല ഫലങ്ങളും വേഗത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സൂക്ഷിക്കുന്നതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. റാമിനേക്കാൾ വേഗത്തിൽ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കുന്നു. റാമിനേക്കാൾ വിലയേറിയതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് മെമ്മറി എവിടെയാണ്? പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗതയേറിയതുമായ മെമ്മറിയാണിത് എന്ന് പറഞ്ഞാൽ റാമിൽ തന്നെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. അതിനേക്കാളും വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് മെമ്മറിയിൽ നിന്ന് നമുക്ക് ഫലങ്ങളും സൂക്ഷിച്ചു വെച്ച നിർദ്ദേശങ്ങളും നമുക്ക് എടുക്കാൻ കഴിയും. ഇനി അടുത്തത് കമ്പ്യൂട്ടർ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും ദ്വിതീയ സംഭരണി, അതായത് സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണങ്ങളിൽ സംഭരിച്ചിട്ടുള്ള ഡാറ്റ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഈ ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിര മെമ്മറിയാണ്. ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത് സ്ഥിര മെമ്മറിയാണ്. ദ്വിതീയ മെമ്മറിയുടെ സംഭരണ ശേഷി റാമിനേക്കാൾ കൂടുതലാണ്. ദ്വിതീയ മെമ്മറിയുടെ വേഗം എന്ന് പറയുന്നതും റാമിനേക്കാൾ കുറവുമാണ്. സംഭരണ ശേഷി കൂടുതൽ, വേഗം കുറവ്.
ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത്. ഒരു പിന്തുണ സംഭരണി, അതായത് ബാക്കപ്പായി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി എന്ന് പറയുന്നത്. ഈ ദ്വിതീയ മെമ്മറി 3 തരമുണ്ട്. ഒന്നാമത്തെ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്, പിന്നെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്, സെമി കണ്ടക്ടർ മെമ്മറി എന്നിവയാണ് ഈ 3 മെമ്മറികൾ എന്ന് പറയുന്നത്. അതിൽ മാഗ്നറ്റിക് ടാപ്പ്, ഹാർഡ് ഡിസ്ക് എന്നിവയെല്ലാം ഈ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ്. അതുപോലെ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനുള്ള ഉദാഹരണമാണ് CD, DVD, ബ്ലൂറേ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ സംഭരണ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്റ്റോറേജിനുള്ള ഉദാഹരണം CDയും DVDയും ഒക്കെയാണ്. കാന്തിക സംഭരണം മാഗ്നറ്റിക് സ്റ്റോറേജിന് ഉദാഹരണമാണ് മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും. ഇനി സെമി കണ്ടക്ടർ മെമ്മറിക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? USB, ഫ്ലാഷ് ഡ്രൈവ്, ഫ്ലാഷ് മെമ്മറി കാർഡ് എന്നിവയൊക്കെയാണ് സെമി കണ്ടക്ടർ മെമ്മറിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. കാന്തിക വസ്തുക്കളെ ലേപനം ചെയ്ത് പ്ലാസ്റ്റിക് ടേപ്പോ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്കോ ആണ് കാന്തിക സംഭരണ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ടേപ്പിന്റെ സംഭരണശേഷി അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ടെറാബൈറ്റ് ആണ്. ഏതാണ്? ടെറാബൈറ്റ് ആണ്. മാഗ്നറ്റിക് ടേപ്പ് ഒരു ഓഡിയോ കാസറ്റ് പോലെ അനുവർത്തന സമീപന ശൈലിയിലുള്ള മാധ്യമമായതിനാൽ അതിലൊരു ഡാറ്റയുടെ സ്ഥാനം കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കും. പൊടി കടക്കാത്ത പെട്ടിക്കുള്ളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന കാന്തിക പദാർത്ഥം പൂശിയ ലോഹത്തകിടുകളാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹാർഡ് ഡിസ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഉയർന്ന സംഭരണശേഷി, ഉയർന്ന ഡാറ്റാ വിനിമയ നിരക്ക്, കുറഞ്ഞ സമീപന സമയം, ശാശ്വതമാണ് എന്നിവയെല്ലാം എന്തിന്റെ ഒരു പ്രത്യേകതയാണ്? ഹാർഡ് ഡിസ്കിന്റെ പ്രത്യേകതയാണ്. അതായത് ആക്സസ് ടൈം, ഡിസ്കിൽ നിന്ന് ഡാറ്റ ബിറ്റുകൾ എടുക്കാൻ വേണ്ടി വരുന്ന സമയം അറിയപ്പെടുന്നതിനാണ് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഒരു ഹാർഡ് ഡിസ്കിലെ പ്രതലത്തിലെ ഏക കേന്ദ്ര വൃത്തങ്ങൾ അറിയപ്പെടുന്നത് ട്രാക്കുകൾ എന്നാണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ട്രാക്കുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹാർഡ് ഡിസ്കിലെ പ്രതലത്തിലെ പൈ കഷ്ണങ്ങളെ പോലെയുള്ള ഭാഗങ്ങൾ അറിയപ്പെടുന്നത് സെക്ടേഴ്സ് എന്നാണ്. ഡിസ്കിൽ ട്രാക്കുകൾ സെക്ടറുകളും സജ്ജമാവുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നാണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഡിസ്ക് ഫോർമാറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഡാറ്റ വായിക്കുന്നതിനും എഴുതുന്നതിനും ശക്തി കുറഞ്ഞ ലേസർ കിരണം ഉപയോഗിക്കുന്ന ഡാറ്റ സമ്പന്ന മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. 700 MB ഡാറ്റ വരെ ശേഖരിക്കാൻ ശേഷിയുള്ള ഒരു ഒപ്റ്റിക്കൽ സംഭരണ മാധ്യമമാണ് CD എന്ന് പറയുന്നത്. CD എന്നാൽ എന്താണ്? കോമ്പാക്ട് ഡിസ്ക് എന്ന് പറയുന്നത്. ഒരു CD ഡ്രൈവ് CDയിൽ നിന്ന് ഡാറ്റ വായിക്കുന്നതിനും അതിലേക്ക് എഴുതുന്നതിനും ഏത് തരം രശ്മികളാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചുവന്ന ലേസർ രശ്മികളാണ് ഉപയോഗിക്കുന്നത്. കോമ്പാക്ട് ഡിസ്ക് രണ്ട് തരത്തിലാണുള്ളത്. CDR, CDRW എന്നിവയാണ്. അതായത് CDR എന്ന് പറഞ്ഞാൽ CD റെക്കോർഡബിൾ, ഒരു തവണ ഡാറ്റ എഴുതാനും എത്ര തവണ വേണമെങ്കിൽ വായിക്കാനും കഴിയുന്നതാണ് CDR എന്ന് പറയുന്നത്. CDRW എന്ന് പറഞ്ഞാൽ റീറൈറ്റബിൾ, ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റയെ എപ്പോൾ വേണമെങ്കിലും മായ്ച്ചു കളയാനും വീണ്ടും എഴുതാനും സാധിക്കുന്നവയാണ് CDRW എന്ന് പറയുന്നത്. DVD ഡ്രൈവ്, അവയിൽ നിന്ന് ഡാറ്റ എഴുതുന്നതിനും വായിക്കുന്നതിനും ഉപയോഗിക്കുന്ന രശ്മികളാണ് ചുവന്ന ലേസർ രശ്മികൾ എന്ന് പറയുന്നത്. ഹൈ ഡെഫിനിഷണൽ HD വീഡിയോകൾ, അതായത് ഹൈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ HD വീഡിയോകൾ ആലേഖനം ചെയ്യുന്നതിനും പുനരാലേഖനം ചെയ്യുന്നതിനും അവ വീണ്ടും കാണുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ് ബ്ലൂ റേ എന്ന് പറയുന്നത്. ബ്ലൂ റേ ഉപയോഗിക്കുന്നത് നീല വയലറ്റ് ലേസറാണ് ഉപയോഗിക്കുന്നത്. ബ്ലൂറേയിൽ ഏക ലെയർ ഡിസ്കിന് 25 GB വരെയും ദ്വന്ദ്വ ലെയർ ഡിസ്കിന് 50 GB വരെ ഇതിൽ സംഭരിക്കാൻ കഴിയും. ഫ്ലാഷ് മെമ്മറി അടങ്ങിയിട്ടുള്ള നമ്മുടെ തള്ളവിരലിന്റെ വലുപ്പമുള്ള ഒരു ബാഹ്യ സംഭരണ ഉപകരണമാണ് ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻപുട്ട് ഉപകരണങ്ങളെ കുറിച്ച് നോക്കാം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ് കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, ഗ്രാഫിക് ടാബ്ലറ്റ്, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, സ്കാനർ, ഒപ്റ്റിക് മാർക്ക് റീഡർ, OMR, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ബയോമെട്രിക് സെൻസർ, സ്മാർട്ട് കാർ റീഡർ, ഡിജിറ്റൽ ക്യാമറ എന്നിവയെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഇൻപുട്ടിന് ഉദാഹരണമാണ്.
ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് ASCII എന്ന് പറയുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. കീബോർഡുകളെ രണ്ടായി തരംതിരിക്കാം: വയേർഡ് കീബോർഡും വയർലെസ് കീബോർഡും. വയേർഡ് കീബോർഡിനെ സാധാരണയായിട്ട് സീരിയൽ പോർട്ട്, PS2 പോർട്ട്, USB പോർട്ട് എന്നിവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CPU-യുമായി ബന്ധിപ്പിക്കുന്നത്. വയർലെസ് കീബോർഡുകളെ കമ്പ്യൂട്ടറുകളുമായി ബന്ധിപ്പിക്കുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളോ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ ബ്ലൂടൂത്ത് കണക്ഷനോ വെച്ചിട്ടാണ്. അപ്പോൾ QWERTY, അതായത് നമ്മൾ കീബോർഡിൽ കണ്ടിട്ടുണ്ട് അല്ലേ, QWERTY. ഈ കീബോർഡ് കണ്ടുപിടിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റഫർ ഷോൺസ് ആണ്. 1986 US പുറത്തിറക്കിയ ഈ QWERTY കീബോർഡിൽ 101 കീസ് ആണുള്ളത്. ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 104. കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ്? സ്പേസ് ബാർ കീ ആണ്. കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 12. കീബോർഡിലെ ഇടത്തെ അറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ്? എസ്കേപ്പ് കീ ആണ്. അടുത്തത് മൗസ്. കമ്പ്യൂട്ടർ മൗസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്: ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ്, ലേസർ മൗസ് എന്നിവയാണ്. ബോൾ മൗസ് പ്രവർത്തിക്കുന്നത് അതിലെ ചുവട്ടിലുള്ള ഒരു ഗോളത്തിന്റെ ചലന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്റ്റിക്കൽ മൗസ് LED ഉപയോഗിച്ചും ലേസർ മൗസ് ലേസർ രശ്മികൾ ഉപയോഗിച്ചുമാണ് അതിന്റെ ചലനഗതി മനസ്സിലാക്കുന്നത്. പേനയുടെ ആകൃതിയിലുള്ള ഒരു പോയിന്റിംഗ് ഉപകരണമാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ്ങിനും ചിത്രം വരക്കുന്നതിനും എഞ്ചിനീയർമാരും ഫാഷൻ ഡിസൈനർമാരും ഉപയോഗിക്കുന്നത് ഈ ലൈറ്റ് പെൻ ആണ്. ടച്ച് സ്ക്രീനിൽ സ്റ്റൈലസ് ഉപയോഗിച്ചാൽ കുറെ കൂടി സൂക്ഷ്മമായിട്ട് സ്പർശനം സാധ്യമാക്കാൻ നമുക്ക് കഴിയും. അടുത്ത മൈക്രോഫോൺ. അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. എങ്ങനെയാണ്? അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലാക്കി മാറ്റുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോഫോൺ എന്ന് പറയുന്നത്. അടുത്തത് സ്കാനർ. ചിത്രങ്ങളോ ടെക്സ്റ്റോ പോലുള്ള വിവരങ്ങളെ കടലാസിൽ നിന്ന് സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുന്ന ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ ഗുണനിലവാരം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്കാനറിന്റെ റെസല്യൂഷനെ ആശ്രയിച്ചിരിക്കുന്നു. സ്കാൻ ചെയ്യുന്ന ചിത്രത്തിന്റെ റെസല്യൂഷൻ രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് DPI എന്ന് പറയുന്നത്. ഡോട്ട് പെർ ഇഞ്ച്. DPI കൂടുന്തോറും റെസല്യൂഷൻ എപ്രകാരമായിരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞാൽ മെച്ചപ്പെട്ടതായിരിക്കും. ഈ സ്കാനറുകളും 3 തരമാണുള്ളത്. സ്കാനറുകളും എത്ര തരമുള്ളത്? 3 തരമാണ് സ്കാനറുകളും ഉള്ളത്. ഫ്ലാറ്റ് ബെൻഡ് സ്കാനർ, ഷീറ്റ് ഫീഡ് സ്കാനർ, ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്നിവയാണ് ആ 3. സ്കാൻ ചെയ്യപ്പെടുന്ന ടെക്സ്റ്റിനെ തിരിച്ചറിയാനും അതിനെ ഉചിതമായ ഫോർമാറ്റിലേക്ക് മാറ്റാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റിക്കഗ്നൈസേഷൻ, അതായത് OCR എന്ന് പറയുന്നത്. OMR എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിന്റ് ചെയ്ത ഒരു ഫോറം സ്കാൻ ചെയ്ത് മുൻ നിശ്ചയപ്രകാരം സ്ഥാനങ്ങളിലെ അടയാളങ്ങൾ വായിച്ച് അവ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് OMR. ഓക്കെ, PSC എഴുതുന്നത് നമുക്ക് OMR-നെ കുറിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല അല്ലേ. മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് OMR എന്ന് പറയുന്നത്. ഒരു സംഖ്യയെ സൂചിപ്പിക്കാനായി വ്യത്യസ്ത കനത്തിലും അകലത്തിലും ലംബമായി അടുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം വരകളാണ് ബാർകോഡുകൾ എന്ന് പറയുന്നത്. ബാർകോഡിനുള്ളിലെ ഡേറ്റയെ ഇൻപുട്ട് ചെയ്യാനുള്ള ഉപകരണമാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. QR കോഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ബാർകോഡുകൾക്ക് ഏതാനും സമാനമാണ്. എന്നാൽ ബാർകോഡ് ഏകമാനമാണെങ്കിൽ QR കോഡ് ദ്വിമാനമാണ്. QR കോഡിന് ബാർകോഡുകളിനേക്കാൾ കൂടുതൽ ഡേറ്റ സംഭരിക്കാൻ കഴിയുമെന്നതാണ് അതിന്റെ പ്രത്യേകത. ബയോമെട്രിക്കൽ സെൻസർ. മനുഷ്യന്റെ അദ്വിതീയമായ ശാരീരിക സവിശേഷതകൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ബയോമെട്രിക്കൽ സെൻസർ എന്ന് പറയുന്നത്. ഇവയും 3 തരമാണ്: അർദ്ധചാലക സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, അൾട്രാസൗണ്ട് സെൻസർ എന്നിവയാണ് അവ. ഡേറ്റ സംഭരിക്കാനും വിനിമയം ചെയ്യാനും കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും അവയെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനും ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ക്യാമറയേക്കാൾ വില കുറവും ഒതുങ്ങിയതുമായ ഒരു വകഭേദമാണ് വെബ് ക്യാമറ. MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റിക്കഗ്നൈസേഷൻ. മാഗ്നറ്റിക് മഷി ഉപയോഗിച്ച് പ്രിന്റ് ചെയ്ത ക്യാരക്ടറുകളെ തിരിച്ചറിയാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെക്കുകൾ പ്രോസസ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് ഈ MICR ഉപകരണമാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നോക്കാം. ഔട്ട്പുട്ട്. കമ്പ്യൂട്ടറുകളിൽ നിന്ന്
ഔട്ട്പുട്ട് പ്രിന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ എന്നിവയെല്ലാം. ഈ ഔട്ട്പുട്ട് രണ്ട് തരമാണുള്ളത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടും. പേപ്പറിൽ സ്ഥിരമായി രേഖപ്പെടുത്തിയ ഔട്ട്പുട്ടാണ് ഹാർഡ് കോപ്പി. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്ററും പ്ലോട്ടറും. ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ ലഭ്യമാവുന്ന ഔട്ട്പുട്ടാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ വിവരങ്ങൾ എന്നിവ ദൃശ്യമാക്കി നൽകുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് CRT, കാഥോഡ് റേ ട്യൂബ്, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്ററുകൾ, TFT, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ മോണിറ്ററുകൾ, LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ, വാതക പ്ലാസ്മ മോണിറ്ററുകൾ എന്നിവ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിന്റെ വീതിയുടെ സവിശേഷതയാണ് വ്യത്യസ്ത വലുപ്പത്തിൽ ലഭിക്കുന്നു. അതുപോലെ റെസൊല്യൂഷൻ, പിക്സൽ പിച്ച്, റെസ്പോൺസ് ടൈം എന്നിവയെല്ലാം. തിരശ്ചീനമായും ലംബമായും പ്രദർശിപ്പിക്കാൻ കഴിയുന്ന പരമാവധി പിക്സലുകൾ അറിയപ്പെടുന്നത് മോണിറ്ററിന്റെ റെസൊല്യൂഷൻ എന്നാണ്. സ്ക്രീനിലെ പിക്സലുകൾ തമ്മിലുള്ള അന്തരം അറിയപ്പെടുന്നത് ഡോട്ട് പിച്ച് എന്നാണ്. ഈ ചെറിയ ഡോട്ട് പിച്ചുള്ള സ്ക്രീന് വന്നിട്ട് കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ നൽകും. ഒരു പിക്സൽ തിളക്കമുള്ള അവസ്ഥയിൽ നിന്ന് തിളക്കമില്ല, അതായത് ബ്രൈറ്റ്നെസ്സിൽ നിന്ന് ഡാർക്ക്നെസ്സിൽ നിന്ന് ബ്രൈറ്റ്നെസ്സിലേക്കും മാറാൻ എടുക്കുന്ന സമയമാണ് റെസ്പോൺസ് ടൈം എന്ന് അറിയപ്പെടുന്നത്. പ്രതികരണ സമയം കുറവുള്ള മോണിറ്ററുകൾ മെച്ചപ്പെട്ട ദൃശ്യാനുഭവം നൽകുകയാണ് ചെയ്യാറുള്ളത്. ഇനി CRT, പഴയകാല ടെലിവിഷൻ മോണിറ്ററുകൾക്ക് സമാനമാണ് ഈ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. CRT മോണിറ്ററുകളും രണ്ട് തരമാണുള്ളത്. മോണോക്രോം മോണിറ്റർ ആൻഡ് കളർ മോണിറ്റർ എന്നിവയാണ് അവ. മോണോക്രോം മോണിറ്റർ എന്ന് പറഞ്ഞാൽ കറുത്ത പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു നിറത്തിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന മോണിറ്ററാണ് മോണോക്രോം മോണിറ്റർ എന്ന് പറയുന്നത്. ഗ്രേ സ്കെയിൽ മോണിറ്റർ, ചാരനിറത്തിലുള്ള വ്യത്യസ്ത ഷെയ്ഡുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന മോണോക്രോം മോണിറ്ററിന്റെ വകഭേദമാണ് ഗ്രേ സ്കെയിൽ മോണിറ്റർ എന്ന് പറയുന്നത്. ചുവപ്പ്, നീല, പച്ച എന്നീ അടിസ്ഥാന നിറങ്ങൾ ഉപയോഗിച്ച് 16 മുതൽ 1 മില്യൺ വരെ വ്യത്യസ്ത നിറങ്ങളിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്ന മോണിറ്ററാണ് കളർ മോണിറ്റർ എന്ന് പറയുന്നത്. ഫ്ലാറ്റ് പാനൽ മോണിറ്ററുകൾക്ക് ഉദാഹരണമാണ് LCD, LED, പ്ലാസ്മ മോണിറ്ററുകൾ, OLED, ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നിവ. ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന്റെ സവിശേഷതയാണ് കനം കുറഞ്ഞവയാണ്, ഭാരം കുറഞ്ഞവയാണ്. CRT മോണിറ്ററുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് ഊർജ്ജം ഉപയോഗിക്കുന്നു, കുറച്ച് ചൂടാവുന്നു എന്നിവയെല്ലാം ഫ്ലാറ്റ് പാനൽ മോണിറ്ററിന്റെ ഉദാഹരണമാണ്. ഇനി രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റിന്റെ ഇടയിൽ ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ച് നിർമ്മിക്കുന്ന മോണിറ്ററാണ് LCD മോണിറ്റർ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ LCD മോണിറ്ററുകൾ ഉപയോഗിച്ചിരുന്ന പ്രകാശ സ്രോതസ്സാണ് ഫ്ലൂറസെന്റ് എന്ന് പറയുന്നത്. ഇനി LCDയുടെ പിന്നിൽ പ്രകാശ സ്രോതസ്സായി LED ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്ററുകൾ എന്ന് പറയുന്നത്. LED-യുടെ മേന്മകളാണ് മികച്ച കളർ ക്വാളിറ്റി, വ്യക്തത, കോണുകളിൽ നിന്നുള്ള കാഴ്ച, വേഗത്തിലുള്ള റിഫ്രഷ് നിരക്ക്, പവർ സേവിങ്സ് എന്നിവയെല്ലാം. സമാന്തര ഇലക്ട്രോഡുകളിൽ ഉറപ്പിച്ച് 2 സീൽഡ് ഗ്ലാസ് പ്ലേറ്റിന്റെ ഇടയിൽ നിയോൺ സിനോൺ ഗ്ലാസ് നിറച്ച മോണിറ്ററുകളാണ് പ്ലാസ്മ മോണിറ്ററുകൾ എന്ന് പറയുന്നത്. ദശലക്ഷക്കണക്കിന് ചെറിയ LED-കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മോണിറ്ററാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ എന്ന് പറയുന്നത്. കാർബണിന്റെ അംശമടങ്ങിയിട്ടുള്ള ഫ്ലാറ്റ് പാനൽ മോണിറ്ററാണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റർ എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാന ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രിന്ററുകളെ രണ്ടായി തരംതിരിക്കും. മർദ്ദം ഉപയോഗിക്കുന്ന പ്രിന്റർ, ഇമ്പാക്ട് പ്രിന്റർ ആൻഡ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ലൈൻ പ്രിന്റർ, ഡോട്ട് മെട്രിക് പ്രിന്റർ, ഡ്രം പ്രിന്റർ, ചെയിൻ പ്രിന്റർ എന്നിവ. നോൺ ഇമ്പാക്ട് പ്രിന്ററുകൾക്ക് ഉദാഹരണമാണ് ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ. പ്രിന്ററിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് റെസൊല്യൂഷൻ ആൻഡ് സ്പീഡ് എന്ന് പറയുന്നത്. പ്രിന്ററിന്റെ റെസൊല്യൂഷൻ അളക്കുന്ന യൂണിറ്റ് ആണ് ഡോട്ട് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. പ്രിന്ററിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ക്യാരക്ടർ പെർ സെക്കൻഡ്, ലൈൻ പെർ മിനിറ്റ്, പേജ് പെർ മിനിറ്റ് എന്നിവയെല്ലാം. ആധുനിക പ്രിന്ററുകളുടെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? പേജ് പെർ മിനിറ്റ് ആണ്. ഏറ്റവും വേഗം കൂടിയ പ്രിന്റർ ലേസർ പ്രിന്റർ ആണ്. പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിലെ ഉപയോഗത്തിന് പ്രശസ്തമായ പ്രിന്ററാണ് തെർമൽ പ്രിന്റർ എന്ന് പറയുന്നത്. ഗ്രാഫുകളും ഡിസൈനുകളും ഹാർഡ് കോപ്പിയായി നിർമ്മിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. വലിയ ഫോർമാറ്റിലുള്ള
ഗ്രാഫുകൾ, നിർമ്മാണ മാപ്പുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, വലിയ പ്രോസസ്സറുകൾ എന്നിവ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് പ്ലോട്ടർ. കാറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ, കെട്ടിടങ്ങൾ, ഹൈവേകൾ എന്നിവയുടെ രൂപകൽപ്പനയിൽ ഉപയോഗിക്കുന്നത് പ്ലോട്ടർ തന്നെയാണ്. പ്ലോട്ടറുകൾ 2 തരമാണ്. ഡ്രം പ്ലോട്ടറുകൾ, ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുകൾ എന്നിവയാണ് അവ. ഡ്രം പ്ലോട്ടറുകൾ അറിയപ്പെടുന്നത് റോളർ പ്ലോട്ടർ എന്നാണ്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറുകൾ അറിയപ്പെടുന്നത് ടേബിൾ പ്ലോട്ടറുകൾ എന്നാണ്. ശബ്ദം പുറപ്പെടുവിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നോക്കാം. സോഫ്റ്റ്വെയർ ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പ്രവർത്തനം കാര്യക്ഷമവും ഫലപ്രദവുമായി നടത്താൻ സഹായിക്കുന്നവയാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറുകൾ 2 തരമാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഭാഷ, പ്രോസസ്സറുകൾ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം. ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകൾ അറിയപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ ഉപയോഗ്യമാക്കുക എന്നതാണ്. കമ്പ്യൂട്ടറിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ വിഭവങ്ങളുടെ മാനേജറായി പ്രവർത്തിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രധാന ധർമ്മങ്ങളാണ് പ്രോസസ്സ് കൈകാര്യം ചെയ്യുക, മെമ്മറി കൈകാര്യം ചെയ്യുക, ഫയൽ കൈകാര്യം ചെയ്യുക, ഡിവൈസ് കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഉദാഹരണം ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഡോസ്, വിൻഡോസ്, യൂണിക്സ്, ലിനക്സ്, മാക്സ് OS എന്നിവയാണ്. കമ്പ്യൂട്ടർ ഭാഷകളെ തന്നെ 2ആയി നമ്മൾ തരംതിരിക്കും. അവയാണ് ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. ഈ പ്രിന്ററുകളുടെ പ്രത്യേകത ഒന്ന് നോക്കാം. ലേസർ പ്രിന്റുകളിൽ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പൊടി രൂപത്തിലുള്ള മഷിയാണ്. എന്നാൽ ഇൻക്ജെറ്റ് പ്രിന്ററുകളിൽ ഉപയോഗിക്കുന്ന ദ്രാവകത്തിലുള്ള മഷിയും, തെർമൽ പ്രിന്ററുകളിൽ ഉപയോഗിക്കുന്നത് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറും, ഡോട്ട് മെട്രിക്കൽ പ്രിന്റുകളിൽ ഉപയോഗിക്കുന്നത് മഷി പുരട്ടിയ റിബണുകളുമാണ്. ഇനി ലേസർ പ്രിന്ററുകളുടെ വേഗം എന്ന് പറയുന്നത് മിനിറ്റിൽ 20 പേജും, ഇൻക്ജെറ്റ് പ്രിന്ററുകളുടെ വേഗം മിനിറ്റിൽ 6 പേജും, തെർമൽ പ്രിന്ററുകളുടെ വേഗം സെക്കൻഡിൽ 150 mm, ഡോട്ട് മെട്രിക് പ്രിന്ററുകളുടെ വേഗം 1 സെക്കൻഡിൽ 30 മുതൽ 550 വരെ ക്യാരക്ടറുകളാണ്. ലേസർ പ്രിന്ററുകളുടെ ഗുണമേന്മയിലുള്ള പ്രിന്റിങ്ങും ബ്ലാക്ക് ആൻഡ് വൈറ്റിങ്ങിന് നല്ലതുമായിരിക്കും. എന്നാൽ ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിലെ ഗുണമേന്മയിലുള്ളത് പ്രത്യേകിച്ചും ചെറിയ ഫോണ്ടുകൾ ഉപയോഗിച്ച് യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാകുക. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ തെർമൽ പ്രിന്ററുകളുടെ ഗുണമേന്മ എന്ന് പറയുന്നത് ചിത്രം പ്രിന്റ് ചെയ്യാൻ യോജിച്ചതല്ല, ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാനാണ് ഇതിന് നല്ലത്. ഡോട്ട് മെട്രിക് പ്രിന്ററുകളും ചിത്രം പ്രിന്റ് ചെയ്യാൻ യോജിച്ചതല്ല, ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാനാണ് നല്ലത്. ലേസർ പ്രിന്ററുകളിൽ ശബ്ദമില്ല, വേഗത്തിൽ പ്രിന്റ് ലഭിക്കും, ഉയർന്ന പ്രിന്റ് നിലവാരം ഉണ്ടാകും. എന്നാൽ ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ ശബ്ദമില്ല, ഉയർന്ന പ്രിന്റ് നിലവാരം ഉണ്ടാകും. തെർമൽ പ്രിന്ററുകളിൽ ശബ്ദം ഉണ്ടാവില്ല, കുറഞ്ഞ വൈദ്യുതി ഉപയോഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവയുടെയൊക്കെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. ഡോട്ട് മെട്രിക് പ്രിന്ററുകളിൽ പ്രിന്റിങ്ങിന് വില കുറവാണ്, കാർബൺ കോപ്പി എടുക്കാനും കഴിയും. ലേസർ പ്രിന്ററുകളുടെ ദോഷം എന്ന് പറയുന്നത് പേപ്പർ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്, വിലയും കൂടുതലാണ്. ഇങ്ക്ജെറ്റ് പ്രിന്ററുകളിൽ മഷി വാട്ടർ പ്രൂഫ് അല്ല. തെർമൽ പ്രിന്ററുകളിൽ പ്രിന്റിംഗ് ഗുണമേന്മ കുറവാണ്, വേഗം കുറവാണ്. ഡോട്ട് മെട്രിക് പ്രിന്ററുകളിൽ ശബ്ദം കൂടുതൽ, വേഗം കുറവുമാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ ഭാഷകൾ പറഞ്ഞു. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജുമാണ്. ബൈനറി അക്കങ്ങൾ 1, 0 ഉപയോഗിക്കുന്ന ഭാഷകളാണ് യന്ത്രഭാഷ എന്നറിയപ്പെടുന്നത്. ബൈനറി അക്കങ്ങൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാകൂ. അതിനാൽ യന്ത്രഭാഷയിൽ പ്രോഗ്രാം എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ന്യൂമോണിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു മധ്യവർത്തിയായ പ്രോഗ്രാമിംഗ് ഭാഷയാണ് അസംബ്ലി ഭാഷ എന്ന് പറയുന്നത്. ഒരു പ്രവർത്തനത്തിന് നൽകുന്ന പ്രതീകാത്മകമായ പേരാണ് ന്യൂമോണിക് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ADD അഡിഷൻ, SUB സബ്സ്ട്രാക്ഷൻ എന്നിവ. ഉയർന്ന തലത്തിലുള്ള പ്രോഗ്രാമിംഗ് ഭാഷകൾക്ക് ഉദാഹരണമാണ് ബേസിക്സ്, CA, C++, ജാവ എന്നിവയെല്ലാം. എന്നാൽ ഈ ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ എന്താണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ അവയെ അതിന് തുല്യമായ യന്ത്രഭാഷയിലേക്ക് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഉയർന്ന തരത്തിലുള്ള ഭാഷകളിലോ അസംബ്ലി ഭാഷകളിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെ അതിന് സമാനമായ യന്ത്രഭാഷകളിലേക്ക് മാറ്റം ചെയ്യുന്ന
സിസ്റ്റം പ്രോഗ്രാമുകളാണ് ഭാഷാ പ്രോസസ്സറുകൾ എന്ന് പറയുന്നത്. ഭാഷാ പ്രോസസ്സറുകൾ 3 തരമാണുള്ളത്. അസംബ്ലർ, ഇന്റർപ്രറ്റർ, കമ്പൈലർ എന്നിവയാണവ. ഈ അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഭാഷാ പ്രോസസ്സറാണ് അസംബ്ലർ. ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഭാഷാ പ്രോസസ്സറാണവ. കമ്പൈലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഉയർന്ന തലത്തിലുള്ള ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ ഒറ്റത്തവണ കൊണ്ട് തന്നെ പ്രോഗ്രാം മുഴുവൻ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചുള്ള തർജ്ജമ അറിയപ്പെടുന്നത് കമ്പൈലേഷൻ എന്നാണ്. കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് C++, പാസ്കൽ എന്നിവയെല്ലാം. പതിവ് ജോലികളും സിസ്റ്റർ പരിപാലന ജോലികളും നിർവഹിക്കാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കംപ്രഷൻ ടൂൾസ്, ഡിസ്ക്രീറ്റ് ഫ്രാഗ്മെന്റർ, ബാക്ക് അപ്പ് സോഫ്റ്റ്വെയർ, ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്നിവ. വലിയ ഫയലുകളെ ചുരുങ്ങിയ സംഭരണ സ്ഥലത്തിലേക്ക് ചുരുക്കുക എന്ന പ്രവർത്തനം ചെയ്യുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് കംപ്രഷൻ ടൂൾസ് എന്ന് പറയുന്നത്. ഫയലുകളുടെ കംപ്രഷൻ അറിയപ്പെടുന്നത് സിപ്പിംഗ് എന്നാണ്. ഫയലുകളുടെ ഡീകംപ്രഷൻ അറിയപ്പെടുന്നത് അൺഷിപ്പിംഗ് എന്നാണ്. കംപ്രഷൻ ടൂൾസിന് ഉദാഹരണമാണ് വിൻസിപ്പ്, വിൻറാർ എന്നിവ. ഇനി ബാക്കപ്പ് സോഫ്റ്റ്വെയർ പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും കാരണത്താൽ ഹാർഡ് ഡിസ്കുകൾ പ്രവർത്തനരഹിതമാവുകയോ അബദ്ധത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയോ ചെയ്താൽ ഡിസ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങളുടെ പകർപ്പ് നമുക്ക് എടുക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബാക്ക് അപ്പ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്നാൽ എന്താണ്? കമ്പ്യൂട്ടറിനെ ബാധിച്ചിരിക്കുന്ന വൈറസിനെ കണ്ടെത്താനും അവയെ ഒഴിവാക്കാനും സാധിക്കുന്ന യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യത്തിനായി വികസിപ്പിച്ചെടുക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. സ്പ്രെഡ് ഷോവിൽ ചലിക്കുന്ന ചിത്രങ്ങളും ശബ്ദങ്ങളും ഉപയോഗിച്ച് വിവരങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഒരു ചിത്രഭാഗം നിശ്ചിത ആകൃതിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് പാത്ത് ടൂൾ എന്ന് പറയുന്നത്. SNMP എന്നതിന്റെ പൂർണ്ണരൂപമാണ് സിമ്പിൾ നെറ്റ്വർക്ക് മാനേജിംഗ് പ്രോട്ടോകോൾ എന്നത്. വെബ് പേജുകളുടെ രൂപകൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഭാഷയാണ് HTML. ഇമെയിലിന്റെ BCC അതായത് ബ്ലെൻഡ് കാർബൺ കോപ്പി. BCC എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലെൻഡ് കാർബൺ കോപ്പിയാണ്. ഇമെയിലിന്റെ BCC ഉപയോഗിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? സ്വീകർത്താക്കൾക്ക് പരസ്പരം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. X എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ പഴയ പേരാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ഫേസ്ബുക്കിന്റെ മാതൃ കമ്പനിയാണ് മെറ്റ. ലിങ്ക്ഡ് ഇന്നിനെ മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തത് 2016 PHPയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് പ്രിപ്രോസസർ. PHPയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റാസ്മസ് ലെഡോർഫ് ആണ്. PHPയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ രാജ റെഡ്ഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലൈഫൈ എന്ന് പറയുന്നത് എന്താണ്? ലൈഫൈ എന്ന ദൃശ്യപ്രകാശത്തെ ഉപയോഗിച്ചുള്ള വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ എന്ന് പറയുന്നത്. ഇതിന്റെ മുഴുവൻ പേര് ലൈറ്റ് ഫിഡലിറ്റി എന്നതാണ്. കേബിളുകൾക്ക് പകരമായി ദൃശ്യപ്രകാശമോ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് വികിരണമോ ഉപയോഗിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യയാണ് ലൈഫൈ എന്ന് പറയുന്നത്. നെറ്റ്വർക്കിന്റെ വികാസത്തോടെ ആവിർഭവിച്ച സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഗ്രിഡ് കമ്പ്യൂട്ടറും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും. എന്താണ് ഗ്രിഡ് എന്ന് ചോദിച്ചാൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരുന്ന പൊതു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നതുമായ കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരണമാണ് ഗ്രിഡ് എന്നറിയപ്പെടുന്നത്. ഈ ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിന്റെ പിതാവ് ഇയാൻ ഫോസ്റ്റർ, കാൾ കെ സൈൽമാൻ, സ്ലീവ് ട്യൂക്കെ എന്നിവരാണ്. ഉപഭോക്താവിന് ആവശ്യമുള്ള വിഭവങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവ പങ്കുവയ്ക്കുന്നതിന് ലക്ഷ്യമിടുന്ന സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രിന്ററിനെ എങ്ങനെ പറഞ്ഞു? ഇമ്പാക്ട് പ്രിന്റർ, നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞു അല്ലേ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത് ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ്. നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണമാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ എന്നിവ. ഇനി എന്താണ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ? വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഡാറ്റാ വിനിമയ ഉപകരണമാണ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഒരേ വിഭാഗത്തിൽപ്പെട്ടതും ഒരുപോലുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ ഉള്ളതുമായ രണ്ട് ശൃംഖലയെ ബന്ധിപ്പിക്കുന്ന ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുന്നത്.
ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു ശൃംഖല രൂപവൽക്കരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോട് കൂടിയ ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവര കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണങ്ങളാണ് ഹബ്ബും സ്വിച്ചും. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശങ്ങൾ അയക്കുന്ന വഴി നെറ്റ്വർക്കിലെ തിരക്ക് കുറക്കുന്ന ഉപകരണമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹബ്ബ് എന്ന് പറഞ്ഞാലോ, വരുന്ന വിവരങ്ങളുടെ പകർപ്പുകൾ നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നതിലൂടെ നെറ്റ്വർക്കിനെ തിരക്കേറിയതാക്കി മാറ്റുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്, തിരക്ക് കുറയ്ക്കുന്നത്. സ്വിച്ചും ഇനി ഒരു നെറ്റ്വർക്കിലെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഒരു നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓരോ കമ്പ്യൂട്ടറിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങളെ മറ്റുള്ളവയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഇനി മോഡം, ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. ടെലിഫോൺ ശൃംഖലകൾ, മറ്റ് കേബിൾ ശൃംഖലകൾ എന്നിവയിലൂടെ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് മോഡം. കേബിളുകളുടെ സഹായമില്ലാതെ കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വയർലെസ് നെറ്റ്വർക്കുകളിൽ പ്രയോജനപ്പെടുത്തുന്ന തരംഗങ്ങളാണ് RF തരംഗങ്ങൾ, റേഡിയോ ഫ്രീക്വൻസി വേവ്സ് എന്ന് പറയുന്നത്. ഒരു കെട്ടിടത്തിനുള്ളിലോ മുറിക്കുള്ളിലോ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് LAN, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടറുകൾ LANന് ഉദാഹരണമാണ്. വൈഫൈയുടെ മുഴുവൻ രൂപം വയർലെസ് ഫിഡലിറ്റി, ലാൻഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. കുറഞ്ഞ ദൂരത്തിൽ മാത്രം പ്രയോഗിക്കപ്പെടുന്ന അതിനാൽ വളരെ കുറച്ച് ഊർജം മാത്രമേ ചെലവാക്കുന്നത് എന്നത് ഏത് വയർലെസ് സാങ്കേതിക വിദ്യയുടെ മേന്മയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബ്ലൂടൂത്തിൻ്റെയാണ്. ബ്ലൂടൂത്ത് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1989 അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഒരുവിധം കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോറടിക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്, കുറേ കേൾക്കാത്ത ടോപ്പിക്കുകളായിരിക്കാം, കുറേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് PH എഴുതുന്നവർ കേട്ടിട്ടുള്ളതും ആയിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഒരു റിവിഷൻ കൂടിയായിരിക്കും ഇത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.